വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമ്മിലെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ റിവിഷൻ ക്ലാസ്, രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ ഫസ്റ്റ് റിവിഷൻ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. റിവിഷൻ ക്ലാസ് 1ൻ്റെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ. അപ്പോൾ ഇന്ന് ബിസിനസ് റെഗുലേഷൻസ് റിവിഷൻ ക്ലാസ് 2 ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. കഴിഞ്ഞ റിവിഷൻ ക്ലാസ് 1ൽ നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററാണ് കവർ ചെയ്ത് പോയത്. ദെൻ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ തൊട്ട് തുടങ്ങാം. അതായത് ചാപ്റ്റർ 3 ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിൽ ഇതിലൊക്കെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം വേഗം കവർ ചെയ്ത് പോകുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റിലൊന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിൽ ആദ്യം എന്താണ് ഓഫർ എന്ന് പഠിക്കാം. എന്താണ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സമ്മതം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാനൊരു കാര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് സമ്മതമാണോ, ഇങ്ങനെ ചോദിക്കുന്നതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. ഓഫറിൻ്റെ മറ്റൊരു പേരാണ് പ്രപ്പോസൽ. അപ്പം അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സമ്മതം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു തരാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് വേഗം ക്ലിക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളൊരു കടയിൽ പോയി, അവിടുത്തെ കടക്കാരൻ നമ്മുടെ അടുത്ത് പറയാണ്, ഇപ്പോൾ ഒരു പുതിയ മോഡൽ പേന വന്നിട്ടുണ്ട്, ഇതാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ പേന, 10 രൂപയുടെയാണ്, ഇത് നിങ്ങൾക്ക് വേണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആ ചോദിക്കുന്നതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. ഇനി ഓഫറിൻ്റെ വേറൊരു വേർഡാണ് പ്രപ്പോസൽ. അപ്പോൾ ഓഫർ ഓർ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിലത്തെ 2 ടേമുകളും കൂടി ഉണ്ട്. ആരാണ് ഓഫറർ അല്ലെങ്കിൽ ആരാണ് ഓഫറി. ഓഫറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ടു ഹൂം ദ പ്രപ്പോസൽ ഈസ് മെയ്ഡ്. അല്ലെങ്കിൽ ആരാണോ പ്രപ്പോസൽ കൊടുത്തത് അല്ലെങ്കിൽ ആരാണോ ഓഫർ കൊടുത്തത് ആ വ്യക്തിയെയാണ് നമ്മൾ ഓഫറർ എന്ന് പറയാം. ദ പേഴ്സൺ ടു ഹൂം ദ പ്രപ്പോസൽ ഈസ് മെയ്ഡ്. അതായത് ഓഫർ ആർക്കാണോ കൊടുത്തത് അല്ലെങ്കിൽ പ്രപ്പോസൽ ആർക്കാണോ കൊടുത്തത് അവരെയാണ് നമ്മൾ ഓഫറി എന്ന് പറയുക. അപ്പോൾ ആരാണോ കൊടുത്തത് ഓഫർ, അദ്ദേഹം ഓഫറർ. ആർക്കാണോ കൊടുത്തത് അദ്ദേഹം ഓഫറി. ഓക്കെ. അപ്പോൾ ഈ ഓഫർ എന്താണെന്നും ഈ ഓഫറിയും ഓഫററും ഈ കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. ഒരു ഓഫർ വാലിഡ് ഓഫർ ആവണമെങ്കിൽ അവിടെ വേണ്ട എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസുകൾ. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. അതായത് ഒരു ഓഫർ വാലിഡ് ഓഫർ ആവണമെങ്കിൽ അവിടെ വേണ്ട എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസുകൾ. ഒന്നാമത്തെ, ലീഗൽ റിലേഷൻഷിപ്പ് ഈസ് റിക്വയർഡ്. അതായത് ഇപ്പം നമ്മളൊരു ഓഫർ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ, ഓഫറിന് തന്നെയാണ് പ്രപ്പോസൽ എന്ന് പറയാമെന്ന് പറഞ്ഞു, അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെക്കണം, അത് മറക്കരുത്. അപ്പം നമ്മളൊരു ഓഫർ വെക്കുമ്പോൾ അവിടെ ആ ഓഫറിലത്തെ അതായത് ആ ഓഫറിലത്തെ അല്ലെങ്കിൽ ആ പ്രപ്പോസലിലത്തെ പാർട്ടികൾ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ആ ഓഫർ വെക്കേണ്ടത്. അതായത് ആ ഓഫറിലത്തെ പാർട്ടീസ്, ഒരു ഓഫർ വെക്കുമ്പോൾ അതിലത്തെ പാർട്ടീസ് തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ്, നിയമപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എങ്കിൽ മാത്രമാണ് അതൊരു വാലിഡ് ഓഫർ ആവുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, ദ ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി സെർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വോക്ക്. അതായത് ഒരു ഓഫറിലത്തെ ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആൻഡ് സെർട്ടൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിരിക്കണം. ഒരിക്കലും വോഗ് അതായത് തെറ്റായ രീതിക്കുള്ളതൊന്നും ആവാൻ പാടില്ല. അതായത് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. വളരെ ക്ലിയർ അല്ലെങ്കിൽ ഡെഫിനിറ്റ് അല്ലെങ്കിൽ സെർട്ടൻ ആയിരിക്കണം അതിലത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. അതായത് ഒരു ഓഫറർ ഓഫർ വെക്കുമ്പോൾ ആ ഓഫറിന് നല്ല പ്രോപ്പർ വേയിൽ, അതായത് ശരിയായ വേയിൽ ഓഫറിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് നല്ലൊരു പ്രോപ്പർ വേയിൽ ഓഫറർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്.
നാലാമത്തെ പോയിന്റ്, ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദി അതർ. അതായത് ഒരു ഓഫർ വെക്കുമ്പോൾ മറ്റേ വ്യക്തി എന്ന് പറഞ്ഞാൽ ഓഫർ കൊടുക്കുന്ന വ്യക്തി ആരാ? അതായത് നമ്മൾ ആർക്കാണ് ഓഫർ കൊടുക്കുന്നത് അവരെയാണ് ഓഫർ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫറുടെ സമ്മതം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഒരു ഓഫർ വെക്കേണ്ടത്. ഇനി ഓഫർ മേ ബി കണ്ടീഷണൽ, അതായത് ഓഫർ കണ്ടീഷണൽ ആകാം. ദെൻ അടുത്ത പോയിന്റ്, ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലയൻസ് ഓഫ് വിച്ച് മേ ബി അസ്യൂം ടു എമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. അതായത് നമ്മളൊരു ഓഫർ വെക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട്, അതായത് നമ്മൾ ആർക്കാണ് ഓഫർ കൊടുക്കുന്നത് അവരോട് പറയാണ്, ഇന്ന ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ ആ ആക്സെപ്റ്റൻസ് തന്നില്ലെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കരുതും. അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല ഒരു ഓഫർ വെക്കുന്ന സമയത്ത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡ് ഓഫർ അല്ല. ഓക്കെ. ദെൻ അടുത്തത്, ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫറിന് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക, ചിലപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കാറ്റലോഗ്സ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഓഫറായിട്ട് കണക്കാക്കില്ല. അതായത് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഒരു ഓഫറിന് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓഫർ വാലിഡ് ഓഫർ ആകണമെങ്കിൽ വേണ്ട എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാവുന്നുള്ളൂ കേട്ടോ. ദെൻ ഈ ചാപ്റ്ററിൽ ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സെപ്റ്റൻസ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ദ പേഴ്സൺ ടു ഹൂം ദ പ്രൊപ്പോസൽ ഈസ് മെയ്ഡ് signifies his assent to the proposal is said to be accepted. അതായത് when the person to whom the proposal is made, നമ്മൾ ആർക്കാണോ പ്രൊപ്പോസൽ കൊടുക്കുന്നത് ആ വ്യക്തി signifies his assent, അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയിക്കുകയാണ് to the proposal is said to be accepted. അതായത് നമ്മൾ കൊടുത്ത ആ പ്രൊപ്പോസലെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയിക്കുകയാണെങ്കിൽ അതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, കടയിൽ പോയപ്പോൾ ആ കടക്കാരൻ നമ്മളോട് പറയുകയാണ്, ഇതിപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ്, ഒരു 10 രൂപയുടെ ഒരു പുതിയ പേനയാണ്, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് എനിക്കത് വേണം, ഞാനത് വാങ്ങാം എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്ന, അതായത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതിൽ തന്നെയുണ്ട് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ഒന്നെങ്കിൽ ഓഫറിൻ്റെ എസെൻഷ്യൽസ്, അതായത് ഒരു ഓഫർ വാലിഡ് ഓഫർ ആവണമെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ്, അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആക്സെപ്റ്റൻസ് ആവണമെങ്കിൽ എന്തൊക്കെ ലീഗൽ റൂൾസുകളും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ അതായത് ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആക്സെപ്റ്റൻസ് ആവണമെങ്കിൽ അവിടെ എന്തൊക്കെ എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ, ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അതായത് ഒരു ആക്സെപ്റ്റൻസ് എക്സ്പ്രസ്സും ആവാം ഇംപ്ലൈഡും ആവാം. എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതുക, അങ്ങനെയുള്ളതാവാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി വഴിക്ക് അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കാം, നമ്മുടെ ആക്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്റ്റ് കൊണ്ട്. അങ്ങനെ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രസ്സും ആവാം ഇംപ്ലൈഡും ആവാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഒരു ആക്സെപ്റ്റൻസ് എപ്പോഴും ആബ്സല്യൂട്ടും അൺക്വാളിഫൈഡും ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ. അതായത് ആരായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുക? ഓഫറി ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ആർക്കാണോ പ്രൊപ്പോസൽ കൊടുക്കുന്നത് ആ വ്യക്തിയായിരിക്കും അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാനാണ് ആക്സെപ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക, അതായത് ഞാനാണ് ഓഫർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പം ഞാൻ ഓഫറർക്ക് കറക്റ്റ് വേയിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് ഞാനത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം, കറക്റ്റ് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. അതായത് നമുക്കിപ്പോൾ ആ ഒരു ഓഫറിൽ, അതായത് ഓഫർ തന്നതിൽ അല്ലെങ്കിൽ ആ പ്രൊപ്പോസലിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ആക്സെപ്റ്റൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ കൊടുക്കണം. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. അതൊരു റീസണബിൾ ടൈമിനുള്ളിലെങ്കിലും നമ്മൾ ആ ആക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. അതാണ് നാലാമത്തെ പോയിന്റ്.
ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ് ഓർ യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡ്. അതായത് നമ്മൾ ഇന്ന രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യണം. അതായത് അവർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ടെലഗ്രാം വഴിക്ക് അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴിക്ക് അവർ ഏത് മോഡിലാണോ നമ്മളെ ആക്സെപ്റ്റൻസ് നടത്തണമെന്ന് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ മോഡിൽ നമ്മൾ ആക്സെപ്റ്റൻസ് നടത്തണം. അവർ പ്രിസ്ക്രൈബ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി അവരതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റീസണബിൾ മോഡിലെങ്കിലും നമ്മൾ ആക്സെപ്റ്റൻസ് കൊടുക്കണം. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ദെൻ ആറാമത്തെ പോയിന്റ്, ദ ആക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദി ഓഫർ. അതായത് ഓഫർ വെക്കുന്ന സമയത്ത് ആക്സെപ്റ്റർ ആ പ്രപ്പോസലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റർക്ക് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റർക്ക് അതായത് അറിവുള്ളതായിരിക്കണം. അതാണ് ആറാമത്തെ പോയിന്റ്. ദെൻ ഏഴാമത്തെ പോയിന്റ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൻ ബിഫോർ ദി ഓഫർ ലാപ്സസ് ഓർ ബിഫോർ ദി ഓഫർ ഈസ് വിഡ്രോൺ. അതായത് ഒരു വ്യക്തി ആക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഒന്നെങ്കിൽ ഒരു ഓഫർ ലാപ്സ് ആവുന്നതിന് മുമ്പ്, അതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഓഫർ ഈസ് വിഡ്രോൺ, അതായത് ഒരു ഓഫർ പിൻവലിക്കുന്നതിന് മുമ്പ്, വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ്. ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണത്തിന് മുമ്പ്, അതായത് ഒന്നെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പോ ആക്സെപ്റ്റർ അത് ആക്സെപ്റ്റ് ചെയ്യണം, ആക്സെപ്റ്റൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ആക്സെപ്റ്റൻസ്, വാലിഡ് ആക്സെപ്റ്റൻസ് ആകണമെങ്കിലുള്ള എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, അതായത് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ആ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോവാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം. അതിന് തീരെ ടൈമില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും എന്തായാലും നോക്കി പോവാം. ദെൻ നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം, കൺസിഡറേഷൻ. കൺസിഡറേഷനിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ് കൺസിഡറേഷൻ എന്ന് പഠിക്കണം. എന്താണ് കൺസിഡറേഷൻ നോക്കാം. വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ has done or abstained from doing or does or abstain from doing or promises to do or to abstain from doing something, such act or abstinence or promise is called a consideration for promise. അതായത് ഒരു വ്യക്തി നമുക്ക് ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തരുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫർ വെക്കുമ്പോൾ ഒരു വ്യക്തി ഒരാൾക്ക് ഓഫർ വെക്കുകയാണ്. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ തന്നെ പറയാം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, കടക്കാരനൊരു ഓഫർ വെക്കുകയാണ്, 10 രൂപയുടെ പേന നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു. ഓഫർ വെക്കുമ്പോൾ ഓഫറി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് ഞാൻ വാങ്ങാം എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ഈ പേന ഈ കടക്കാരൻ തരുന്നതിന് പകരമായിട്ട് സംതിങ് ഇൻ റിട്ടേൺ, തിരിച്ചെന്തെങ്കിലും റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഓഫർ വെക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൺസിഡറേഷൻ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആവണമെങ്കിൽ അവിടെ എന്തൊക്കെ ലീഗൽ റൂൾസുകളുണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. അതായത് പ്രോമിസർ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫറും ഓഫറിയും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരാം. പ്രോമിസർ എന്ന് പറഞ്ഞാൽ ആരാണോ പ്രോമിസ് കൊടുക്കുന്നത്, അതായത് ആരാണോ പ്രോമിസ് കൊടുക്കുന്നത് ആ വ്യക്തിയാണ് പ്രോമിസർ എന്ന് പറയാം. ആർക്കാണോ നമ്മൾ പ്രോമിസ് കൊടുക്കുന്നത് ആ വ്യക്തിയാണ് പ്രോമിസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും പ്രോമിസ് കൊടുക്കാമല്ലോ. അപ്പോൾ പ്രോമിസ് കൊടുക്കുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ പ്രോമിസർ എന്നും, ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ പ്രോമിസി എന്നും പറയും. ഓക്കെ, ആ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. അതായത് ഒരു കൺസിഡറേഷൻ പ്രോമിസറുടെ തീരുമാനത്തോട് കൂടിയിട്ട് വേണം അത് മൂവ് ചെയ്യാനായിട്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇനി കൺസിഡറേഷൻ പ്രോമിസിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നോ വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും.
മൂന്നാമത്തെ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. അതായത് ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ആവാം, അതായത് മുമ്പ് ചെയ്തിട്ടുള്ള കൺസിഡറേഷൻ ആവാം, കൊടുത്ത കൺസിഡറേഷൻ ആവാം, അല്ലെങ്കിൽ പ്രസൻറ്റ് ഇപ്പോൾ കൊടുക്കുന്ന കൺസിഡറേഷൻ ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഭാവിയിൽ കൊടുക്കാൻ പോകുന്ന കൺസിഡറേഷൻ ആവാം. അങ്ങനെ പാസ്റ്റും ആവാം, പ്രസൻറ്റും ആവാം, ഫ്യൂച്ചറും ആവാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോമിസ് ചെയ്യുന്ന, അതായത് നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ആ സാധനത്തിന് ഇക്വിവലൻ്റ് വാല്യൂ ഉള്ള ഒന്ന് തന്നെ നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കണം എന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ആ കടക്കാരൻ ഓഫർ വയ്ക്കുകയാണ്, ഇത് 10 രൂപയുടെ പേനയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു 5 രൂപയ്ക്ക് ഈ പേന തരാം എന്ന് പറഞ്ഞ് ഓഫർ വയ്ക്കുന്നു. അപ്പോൾ അത് മറ്റേ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയാണ്. പക്ഷേ ആ ഓഫർ വെച്ചപ്പോൾ അദ്ദേഹത്തിന് 5 രൂപയാണ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് ഈക്വൽ വാല്യൂ അല്ലല്ലോ, കൺസിഡറേഷനും ആ സാധനത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നതും ഈക്വൽ അല്ല. അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലൻ്റ് വാല്യൂ ഉള്ള ഒന്നായിരിക്കണം എന്ന് നിർബന്ധമില്ല. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. അതായത് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാകണം, റിയൽ ആയിരിക്കണം, യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നതായിരിക്കണം, നോട്ട് ഇല്യൂഷറി. അതായത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒന്നായിരിക്കരുത് ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ ആറാമത്തെ പോയിന്റ്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ലോഫുൾ ആയിരിക്കണം, അതായത് നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം, അല്ലാതെ അൺലോഫുൾ ആവാൻ പാടില്ല. അൺലോഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡായിട്ടോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുക, കേടുപാടുണ്ടാക്കുക, ഇങ്ങനെയുള്ള അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാവാൻ പാടില്ല. ലോഫുൾ ആയിട്ടുള്ളതായിരിക്കണം കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. അതൊന്നും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചാൽ കിട്ടില്ല, അപ്പോൾ അത് നോക്കണ്ട. ഇത്രയും 6 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഒരു കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആവണമെങ്കിൽ വേണ്ട ലീഗൽ റൂൾസുകൾ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒന്ന് നോക്കി പോവാം കേട്ടോ. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നോക്കണ്ടെന്ന് ഞാൻ പറയില്ല. നമ്മൾ റിവിഷൻ ക്ലാസ് ആയ കാരണം അത്യാവശ്യമുള്ളത് മാത്രം വേഗം ഓടിച്ചു പോവാണ്. then നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം, കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിൻ്റെ താഴെ കണ്ടില്ലേ, അതായത് അടിയിൽ ഞാൻ വേറെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അവിടെ നോക്കാം. എവരി പേഴ്സൺ ഈസ് ലീഗലി കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് ഇഫ് ഹി ഫുൾഫിൽ 3 കണ്ടീഷൻസ്. അതായത് ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ആ വ്യക്തി ഈ താഴെ പറയുന്ന 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. അദ്ദേഹം മേജർ ആയിരിക്കണം. മേജർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ, അതായത് 18 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. അതായത് സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള സ്ഥിരബോധമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. മൂന്നാമത്തെ, ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി അതർ ലോ. അതായത് നിയമം ഡിസ്ക്വാളിഫൈ ചെയ്ത ഒരു വ്യക്തി ആവാനായിട്ട് പാടില്ല. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഇനി ആ 3 ഭാഗങ്ങളും, അതായത് ഈ മേജറിൻ്റെ ആ ഒരു പോർഷൻ, പിന്നെ അൺസൗണ്ട് മൈൻഡ്, പിന്നെ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, ഈ 3 ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ നോക്കാം, എന്താണ് മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ മൈനർ ഈസ് വൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് ഓർ ഹെർ 18th ഇയർ ഓഫ് ഏജ്. അതായത് 18 വയസ്സ് കംപ്ലീറ്റ് ആവാത്ത ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. മൈനറൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പോൾ ആ വ്യക്തിയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ പറയുന്നുണ്ട്, ഈ താഴെ പറയുന്ന 2 കേസിൽ 21 വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് മേജർ ആവുള്ളൂ. 21 വയസ്സ് വരെയും, ശരിക്കും 18 വയസ്സ് കഴിഞ്ഞാൽ മേജർ ആവും, 18 വയസ്സ് വരെയാണ് മൈനറായിട്ട് കൂട്ടുള്ളൂ. പക്ഷേ ഈ താഴെ പറയുന്ന 2 കേസിലും 21 വയസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെയും മൈനറായിട്ട് തന്നെ കൂട്ടുള്ളൂ. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനറുടെ ഗാർഡിയൻ ആവുക, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു മൈനറുടെ പ്രോപ്പർട്ടിയുടെ ഗാർഡിയൻ ആവുക. ഈ 2 കേസിലും 21 വയസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മൾ മേജറായിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ.
അപ്പോൾ എന്താണ് മൈനർ എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് എന്താണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇതിൽ പറയുന്നത് ഇതിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് സൗണ്ട് മൈൻഡ് എന്താണെന്നാണ്, അൺസൗണ്ട് മൈൻഡ് അല്ല. നോക്കുക, എ പേഴ്സൺ ഈസ് സെഡ് ടു ബി സൗണ്ട് മൈൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി സൗണ്ട് മൈൻഡ് ആണെന്ന് പറയണമെങ്കിൽ if at the time when he makes it he is capable of understanding it and of forming a rational judgment as to its effect upon his interest. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിലത്തെ പാർട്ടീസ് സൗണ്ട് മൈൻഡ് ആവണമെന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ് സൗണ്ട് മൈൻഡ് ആണെന്ന് പറയുക? ആ വ്യക്തി ആ കോൺട്രാക്റ്റിലത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും അതിനനുസരിച്ചുള്ള റേഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിലാണ് നമ്മൾ അതിനെ സൗണ്ട് മൈൻഡ് ആണെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അൺസൗണ്ട് മൈൻഡ് എന്നാണ് പറയുന്നത്. ഇനി ആരൊക്കെയാണ് 3 എണ്ണം, അതായത് 3 ആൾക്കാരെ അൺസൗണ്ട് മൈൻഡ് ആയിട്ട് പറയുന്നുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഇഡിയറ്റ്സ്. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹോസ് മെൻ്റൽ പവേഴ്സ് ആർ കംപ്ലീറ്റ്ലി. അപ്പോൾ ഈ ഇഡിയറ്റ്സ് എന്താണ്, ലുനാറ്റിക് എന്താണ്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് എന്താണ്, മൈനർ എന്താണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹോസ് മെൻ്റൽ പവേഴ്സ് ആർ കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ് ആർ നോൺ ആസ് ഇഡിയറ്റ്. അതായത് ഒരു വ്യക്തിയുടെ മെൻ്റൽ പവർ മുഴുവനായിട്ടും നഷ്ടമായെങ്കിൽ, ആബ്സെൻ്റ് ആണെങ്കിൽ, നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ ഇഡിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ആരാണ്, ലുനാറ്റിക്. എ ലുനാറ്റിക് ഈസ് എ പേഴ്സൺ ഹു സഫർ എ സീരിയസ് മെൻ്റൽ ഡിസോർഡർ ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ ഓർ സീരിയസ് മെൻ്റൽ ഷോക്ക് ഓർ എനി ഹൈലി ട്രാജിക് ഇവൻറ്റ്. അതായത് എന്തെങ്കിലും ട്രാജിക് ഇവൻറ്റ് നടന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഷോക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ചില വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കോ മെൻ്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഷോക്കുകൾ കൊണ്ടൊക്കെ ആളുടെ മാനസിക നില തെറ്റുകയാണെങ്കിൽ ആ വ്യക്തിയെയാണ് നമ്മൾ ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടാണ് കണക്കാക്കുക, അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. മൂന്നാമത്തെയാണ് ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. A drunken or intoxicated person suffers from temporary incapacity to contract, that is at the time when he is so drunken or intoxicated that he is capable of forming a rational judgment. അതായത് ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ഥിരമായിട്ട് കുടിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരെയാണ് ഡ്രങ്കൻ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയാം. അവർ അതായത് ഈ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവർ ഈ കുടിച്ചിട്ടൊക്കെ, അതായത് ഡ്രിങ്ക് കുടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരെ നമ്മൾ അൺസൗണ്ട് മൈൻഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അവരെപ്പോഴാണോ അതിൽ നിന്നൊന്ന് മാറുന്നത്, അതായത് അങ്ങനെയൊന്നും ഇല്ലാതെ ആവുന്നത്, അപ്പം നമ്മളത് അവരെ സൗണ്ട് മൈൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അവർ ആ ഒരു ഇതിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അൺസൗണ്ട് മൈൻഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും പേരാണ് അൺസൗണ്ട് മൈൻഡ്. ഈ 3 എണ്ണത്തിൻ്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ദെൻ മൂന്നാമത്തെ അതിൽ വരുന്ന ടോപ്പിക്ക് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ. അതായത് ചില നിയമങ്ങൾ ചില വ്യക്തികളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. അതായത് ലോ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എലൈൻ എനിമീസ്. എലൈൻ എനിമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് ആൻ എലൈൻ. അതായത് ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഏതൊരു വ്യക്തിയെ നമ്മൾ എലൈൻ എന്നാണ് പറയുക. എലൈൻ എനിമി ഉണ്ട്, എലൈൻ ഫ്രണ്ട് ഉണ്ട്. എലൈൻ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കോൺട്രാക്റ്റിൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ എലൈൻ ഫ്രണ്ടാണ്. ഇപ്പം നമ്മൾ പാകിസ്ഥാനിലുള്ളൊരു വ്യക്തിയായിട്ട് നമ്മുടെ ഇന്ത്യയിലത്തെ ഒരാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ എലൈൻ എനിമി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് യോഗ്യതയുള്ള വ്യക്തിയാവില്ല. ലോ തന്നെ അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫോറിൻ സോവറൈൻസ് ആൻഡ് അംബാസഡേഴ്സ്. മൂന്നാമത്തെ കൺവിക്റ്റ്, കുറ്റവാളികൾ, ഇവരൊക്കെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്. നാലാമത്തെ പ്രൊഫഷണൽ പേഴ്സൺസ്. അഞ്ചാമത്തെ കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ്. ആറാമത്തെ ഇൻസോൾവൻസ്. ഏഴാമത്തെ വുമൺ.
ഇത്രയും ആൾക്കാരെയൊക്കെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതായത് ഇവരൊക്കെ ആയിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ ബാക്കിയുള്ള പോർഷൻസും കൂടി നോക്കാം. അങ്ങനെ ഒരു 4-5 ക്ലാസ്സോട് കൂടിയിട്ട്, മാക്സിമം ഒരു 4-5 ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ബിസിനസ് റെഗുലേഷൻ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമുക്കത് പിന്നത്തെ വീഡിയോയിൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.